വെൽക്കം ബാക്ക്. അപ്പോൾ എല്ലാവർക്കും ഒരു പുതിയ എപ്പിസോഡ് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് വെച്ചാൽ നമ്മൾ ഇത്ര നാൾ കാത്തിരുന്ന തഗ് ലൈഫിൻ്റെ ആ ഒരു ഫസ്റ്റ് ഷോ ഇവിടെ നടക്കുകയാണ്. അപ്പം നമുക്ക് ബാക്കിയുള്ള ആ ഒരു ഓഡിയൻസിൻ്റെ അകത്ത് നമ്മൾ ചോദിക്കും, എങ്ങനെയാണ് നമ്മൾ ഇത്രയും നാൾ കാത്തിരുന്ന ഇത്രയും സ്റ്റാർ വാല്യൂ ഉള്ളൊരു പടത്തിൻ്റെ ആ ഒരു ഹൈപ്പും ആ പടത്തിൻ്റെ എന്തൊക്കെയാണ് ഹൈലൈറ്റ് കാര്യങ്ങൾ നമുക്ക് അവിടുത്തെ ഓഡിയൻസിന് ചോദിക്കും. തീരെ മോശമായി അപ്പം ഇത്ര ആർട്ടിസ്റ്റ് ഉണ്ടായിട്ട് ആരെ കൊണ്ട് ഒരു ഇമ്പാക്ട് ചെയ്യാൻ പറ്റിയില്ല. അതായത് നമ്മളെ മിക്ക ആർട്ടിസ്റ്റ് ഇതിലുണ്ട്. ഇപ്പം ആരെ കൊണ്ട് ഒരു ഇമ്പാക്ട്. കമലഹാസൻ സാറിന് ആക്ടിങ് ഒക്കെ കൊള്ളാം, പക്ഷേ പഴയതുപോലത്തുള്ള ആ ഒരു സംഭവം ഇല്ല കേട്ടോ ഇതിൽ. പടം വേറെ മോശമായി. അപ്പോൾ ഒറ്റ വാക്കിൽ ചേട്ടൻ എന്ത് പറയും? ഈ പടം കണ്ട് ഒറ്റ വാക്കിൽ നമ്മൾ പറയുകയാണെങ്കിൽ എന്ത് പറയാം? തുമ്പിയ പടം എന്നേ പറയാൻ പറ്റുള്ളൂ. പടം എങ്ങനെയുണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ തീരെ മോശമാണ്. എനിക്കിപ്പോൾ തോന്നുന്ന ഈ ഒരു ഞാനിപ്പോൾ 200 രൂപ ടിക്കറ്റ് ഇപ്പോൾ എടുക്കാൻ വന്നത്. ആ 200 രൂപ ഉണ്ടായിരുന്നെങ്കിൽ എന്താ പറയാൻ, ഇവിടെ വന്ന് നമുക്കൊരു ഡ്രിങ്ക്സും ഒരു പപ്സും കഴിച്ചിരുന്നെങ്കിൽ സന്തോഷമായിട്ട് പോകാനാണ്. കാര്യം അത്രയ്ക്ക് ദുഃഖമാണ്, ഞാൻ ദുഃഖത്തിലാണ്. കാര്യം കമലഹാസൻ്റെ നല്ലൊരു പടമെന്ന് പറഞ്ഞിട്ട് വന്നപ്പോൾ നമുക്ക് വളരെ ദയനീയാവസ്ഥയാണ്. എനിക്ക് ഇന്നറലായപ്പോഴത്തേക്ക് ഇറങ്ങിപ്പോകാനാണ് എനിക്ക് തോന്നിയത്. പിന്നെ വലിയൊരു സകലകല വലവൻ്റെ ഒരു പടമായതുകൊണ്ട് എനിക്ക് ഇറങ്ങിപ്പോകാനാണ് എനിക്ക് തോന്നിയില്ല. അതുകൊണ്ടാണ് അത്രയും സഹിച്ചിരുന്നത്. ഫസ്റ്റ് ഹാഫ് ഭയങ്കര ലാഗായിപ്പോയി. സെക്കൻഡ് ഹാഫ് അതിനെങ്ങാട്ടി ഭയങ്കര മോശം. ക്ലൈമാക്സ് ഒക്കെ എന്ന് വെച്ച് കഴിഞ്ഞാൽ വെറും തീരെ മോശം. പിന്നെ എ.ആർ. റഹ്മാൻ്റെ മ്യൂസിക് എന്ന് പറയാനായിട്ടൊന്നും ഇതിൽ വലുതൊന്നും എടുത്ത് വെച്ചിട്ടൊന്നുമില്ല, ഒരു സംഭവമില്ല. പിന്നെ 5 മണി പോകുന്നുള്ള ആ പാട്ടിൻ്റെ ഒരു ചെറിയൊരു മ്യൂസിക്, അത് നമുക്കൊരു ഇമോഷണൽ ആകുമ്പോഴത്തേക്ക് ആ ഒരു സംഭവം നമുക്ക് കിട്ടുന്നുണ്ട്. അത് അദ്ദേഹത്തിൻ്റെ മ്യൂസിക് നമുക്ക് കുറ്റം പറയാൻ പറ്റില്ല, ആ ഒരു സംഭവം മാത്രമേ ഉള്ളൂ. അല്ലാതെ ഫൈറ്റ് കാര്യങ്ങൾ ചിമ്പൂനെ കൊണ്ടുവന്നേക്കുന്നത് ഇതിൽ. ചിമ്പൂനൊക്കെ കൊണ്ടുവരേണ്ട ഒരു ആവശ്യമില്ല. ചിമ്പൂനൊക്കെ കൊടുക്കേണ്ട ക്യാരക്ടറാണോ ഇത്? അല്ലെങ്കിൽ ഇത് മണിരത്നം കൊണ്ടുവന്ന് മണിരത്നം പഴയ കാലഘട്ടത്തിലെ കഥയും കൊണ്ടുവന്നിട്ട് ഇപ്പോഴും കൊണ്ടുവന്ന ഒരു BGM അതൊന്നും ഇല്ലാതെ കൊണ്ടുവന്ന് കാണിച്ചിട്ട് വല്ല കാര്യമുണ്ടോ? സത്യം പറയാല്ലേ, വല്ല പശുവിനും വല്ല കാടിയാലേക്ക് കൊടുത്തിരുന്നതും കുഴപ്പമില്ലായിരുന്നു. ഇല്ല, എടുത്ത് പറയാനായിട്ട് ഒന്നുമില്ല ബ്രോ. ഞാൻ പറഞ്ഞില്ലേ, ഞാൻ ഫസ്റ്റ് ഹാഫ് ആയപ്പോൾ ഇറങ്ങി പോകാനായിട്ട് തോന്നിയത്. പിന്നെ കമലഹാസൻ സാറിൻ്റെ പടമായതുകൊണ്ടാണ്. ഡയറക്ഷൻ വെറും മോശം, വെറും മോശം. ഹലോ, വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ നമ്മുടെ യൂട്യൂബ് ഫാമിലി ഇതുവരെ മെമ്പർ ആയില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് മെമ്പർ ആവാൻ മറക്കല്ലേ. കുഴപ്പമില്ല, ഒരു ആവറേജ് ഫീലാണ്. അതായത് നമ്മൾ ഉദ്ദേശിച്ച പോലെ മണിരത്നത്തിൻ്റെ അത്ര എത്തിയിട്ടില്ല. അതിലവർ ഒരു മണിരത്നത്തിൻ്റെ മൂവി ഉണ്ടല്ലോ, ആ ഒരു പേസിലാണ് സിനിമ പോകുന്നുണ്ട്. ഫാസ്റ്റ് പേസ് ഒന്നുമില്ല, കുഴപ്പമില്ല, കണ്ടുകൊണ്ടിരിക്കാൻ പറ്റും. പിന്നെ ട്രെയിലറൊക്കെ കണ്ട് കുറച്ച് ഓവറായിട്ട് എക്സ്പെക്ട് ചെയ്ത് ആ ഒരു ഫീലില്ല, അത്രയും വന്നിട്ടില്ല. കുഴപ്പമില്ല, ഒരു ആവറേജ് പടം. അപ്പം ഈ പടത്തിൽ അഭിനയിച്ച ഒരു കാര്യം പ്രത്യേകിച്ച് പറയണ്ടല്ലോ, അഭിനയത്തിൻ്റെ ആയിട്ട് അവർ പക്കയാണ്. 3G ആണ് തന്നേക്കുന്നത്, നല്ലവണ്ണം മൂജിയിട്ടുണ്ട്. പടം നല്ല ഫ്ലോപ്പാണ്, ഇരുന്ന് കാണാൻ പറ്റത്തില്ല. സ്ക്രിപ്റ്റ് ഭയങ്കര പാസവും പിന്നെ സ്ഥിരം കണ്ടതും ഒന്നുമില്ല. ഇത് മണിരത്നം എടുത്ത പടമെന്നൊന്നും പറയാൻ പറ്റുന്നില്ല. ഭയങ്കര കത്തിപ്പടം, ഭയങ്കര കത്തി എന്ന് വെച്ചാൽ ഒരു 1 റേറ്റിംഗ് പോലും കൊടുക്കാൻ പറ്റാത്ത അത്ര ദയനീയം. ആകെ ഫസ്റ്റ് ഹാഫിലെ മേക്കിംഗ് മാത്രം കൊള്ളാം. പടം നല്ല രീതിയിൽ പൊട്ടും എന്നുള്ളതാണ്. ദുൽഖറിന് ചെയ്യാൻ പറ്റിയ റോൾ എങ്ങനെ രക്ഷപ്പെട്ടു. ദുൽഖർ ഭാഗ്യം, ദുൽഖറിന് എന്തോ നല്ല സമയമായതുകൊണ്ട് ദുൽഖർ ഇതിൽ നിന്ന് രക്ഷപ്പെട്ടു. ഒരു വകയില്ല, എത്ര തല്ലിക്കൊന്നാലും എണിച്ചു വരുന്നത് കമലഹാസൻ. ഇത് തന്നെയാണ് ഈ പടത്തിലുള്ളത്. നല്ല രീതിയിൽ പടം, ഒരു സസ്പെൻസും ഇല്ല. ഇരുന്ന് ആ പടം മൊത്തം ഇരുന്ന് കാണണമെങ്കിൽ നമുക്ക് കുറച്ച് ചങ്കുറപ്പ് വേണം. അത്രയ്ക്ക് ദയനീയമായിട്ടാണ് പടം എടുത്തു വെച്ചേക്കുന്നത്. ഒട്ടും പോരാ പടം. മൊത്തത്തിൽ ഭയങ്കര ഡ്രാഗ്. നമ്മൾ ആ ലെജൻസിൽ കാണാൻ വന്നിട്ട് ആ ഒരു കോമ്പിനേഷൻ്റെ ഒന്നുമില്ല, ഭയങ്കരമായ ഡ്രാഗ്. ഫസ്റ്റ് ഹാഫ് ലീവൊക്കെ പറഞ്ഞ് വന്നതാണ്, ഇതാണ് അവസ്ഥ. ചിമ്പുവിൻ്റെ കുറേ ലുക്കൊക്കെ കൊള്ളാം, പക്ഷേ മൊത്തത്തിൽ പോരാ. പിന്നെ ചില പോർഷൻസ് കമലഹാസൻ എന്ന ആക്ടറിൻ്റെ നല്ല ഒരു ഇത് കാണുന്നത്, അത് പിന്നെ പുള്ളി എന്നും ഒരു ലെജൻഡാണ്. പക്ഷെ ഇങ്ങനൊരു പടമൊക്കെ മണിരത്നം എടുക്കുമെന്ന് പറഞ്ഞാൽ നായകനൊക്കെ ഒരു ക്ലാസിക്ക് കിടക്കുമ്പോൾ 10-1 ഒരു ഈ പടം കാണാൻ പോലും പറ്റില്ലായിരുന്നു. ഞാൻ ആദ്യമായിട്ടാണ് ഒരു പടം ഫുള്ള് കാണാൻ പറ്റാതെ ഇറങ്ങേണ്ട അവസ്ഥ. എൻ്റെ അമ്മയെ അവസാനമൊക്കെ കാണിക്കുന്നത് കണ്ടാൽ സഹിക്കാൻ പറ്റാത്ത അവസ്ഥയാണ്. ഒട്ടും കൊള്ളത്തില്ല. സ്ഥിരം ഗാങ്സ്റ്റർ സാധനം തന്നെ. വീണ്ടും അതിന് കുറച്ച് ഭയങ്കര ഒരു മണിരത്നം അറിയാലോ, പിന്നെ ക്ലാസിക് ടച്ചങ്ങ് കൊടുക്കും. അത് വേണ്ടായിരുന്നു. ഇൻഡോർ സീൻസൊക്കെ ഉള്ളായിരുന്നു. പിന്നെ പടം ലാഗാവാൻ തുടങ്ങി. പക്ഷെ നമ്മൾ കണ്ടു മടുത്ത സാധനങ്ങൾ തന്നെ വീണ്ടും ഇട്ടത്. ഒരു ഗുമ്മില്ല കാണാൻ, ഓരോ പടം. സെക്കൻഡ് ഹാഫ് ഇച്ചിരി ലാഗായിട്ട് തോന്നി. ഫസ്റ്റ് ഹാഫിലേക്ക് നല്ല ഇൻട്രസ്റ്റിംഗ് ആയിട്ട് പോയി. സെക്കൻഡ് ഹാഫിലേക്ക് നമുക്ക് അറിയാൻ പറ്റും അടുത്ത എന്ത് സീനാണ് വരാൻ പോകണമെന്നുള്ള രീതിയിൽ കുറച്ച് ഭയങ്കര ലാഗായിട്ട് തോന്നി. അല്ലാതെ മേക്കിംഗ് വൈസ് കൊള്ളാൻ പടം, സാറ്റിസ്ഫൈഡ് ആണ്. പക്ഷേ സ്റ്റോറിയുടെ വൈസാണ് കുറച്ച് ഇതായിട്ട് തോന്നിയത്.
ഫസ്റ്റ് ഹാഫ് ലാഗ്, സെക്കൻഡ് ഹാഫ് ലാഗ്, ക്ലൈമാക്സ് എന്താ പോലെ നമുക്ക് ഒരു എന്താ കോമഡി ആയിട്ട് തോന്നുന്ന പോലെയാണ്. കാര്യം വെറും മോശം പടം. നമ്മളൊരു പടത്തിനെ കുറ്റം പറയുന്നതല്ല, കാരണം സ്ക്രിപ്റ്റിങ് വെറും മോശം. കാര്യം മണിരത്നം മറ്റേ പഴയ പടത്തിൻ്റെ കുറേ സംഭവങ്ങളൊക്കെ എടുത്ത് ഈ പടത്തിൽ കുറേ കൊണ്ടുവന്ന് വെച്ചിട്ടുണ്ട്. പക്ഷേ അത് നമുക്ക് വർക്കൗട്ട് ആവണ്ടേ. ഇതൊരു അരയടിച്ചാലും നമുക്ക് തികയില്ല. അരയടിച്ചാലും ഇതിന് വിഷമമല്ല. കാര്യം ഇതിന് അത്രയ്ക്ക് നമ്മൾ ആൾ കഷ്ടപ്പെട്ട് വന്നതാണ്. മാംഗോ സീരിയലിൽ നിൽക്കില്ല, മൂൺ മേക്കറിൽ നിൽക്കുകയുള്ളൂ, എന്നാലേ പിടിക്കുകയുള്ളൂ. കാര്യം അതൊക്കെ പടം നമ്മൾ നല്ല 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 പറയില്ല. എ റഹ്മാൻ്റെ മ്യൂസിക് എന്ന് പറയുന്നത് ലാസ്റ്റ് ക്ലൈമാക്സിൽ കുറച്ച് ഒരു 5 മണി പോവുക എന്നുള്ള ഒരു അതിന് ആ പാട്ടിൻ്റെ ഒരു മ്യൂസിക് അത് കേൾക്കാനായിട്ട് കൊള്ളാം തിയേറ്ററിൽ. ആ ഒരു ഓളം മാത്രമേ. പിന്നെ ഫൈറ്റ് സീൻ എന്ന് പറയുന്ന ഫൈറ്റൊക്കെ ഒരുവിധമൊക്കെ കുഴപ്പമില്ലെന്ന് പറയാം. പക്ഷേ പറഞ്ഞിട്ട് കാര്യമില്ല, വെറും മോശമായി പോയി പടം. നമ്മൾ പറയുമ്പോഴത്തെ ഒരു രീതിയൊന്നുമില്ല. വെറും മോശം അങ്ങനെ പറയാൻ പറ്റുള്ളൂ. കഥ മാത്രമല്ല, ബാക്കിയുള്ളവരുടെ ആക്ടിങ് കാര്യങ്ങളെല്ലാം വെറും മോശം. വേറെ ജോർജ് ജോർജ് നമ്മളെ മലയാളത്തിലെ നല്ലൊരു നടനാണ്. പുള്ളി കുറച്ച് ബെറ്ററായിട്ട് വന്നിട്ടുള്ളതെന്ന് നമുക്ക് പറയാമല്ലോ. വലിയ കംഫർട്ടബിളായിട്ട് വന്നിട്ടുണ്ടെന്ന് ഒരിക്കലും പറയാൻ പറ്റില്ല. തീരെ മോശമാണ്. മണിരത്നത്തിൻ്റെ മാജിക് അല്ല, മണിരത്നത്തിൻ്റെ കോപ്പ് വേറെ ഊമ്പിയ പടോടെ അതേ പറയാൻ പറ്റില്ല. കാര്യം ഞാൻ കമലഹാസൻ സാറിൻ്റെ പടം തന്നെ കുറ്റം പറയാതെ. കാര്യം ഇത്രയും വലിയൊരു നടൻ സകലകല വല്ലഭൻ്റെ പടം ഇങ്ങനെ അയാൾ ഇപ്പോഴും പഴയ കാലഘട്ടത്തെക്കുറിച്ചാണ് മണിരത്നം ഇപ്പോഴും ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത്. പക്ഷേ ഇപ്പോഴും ഉള്ള യൂത്ത് തലമുറകൾക്ക് ഇപ്പോൾ ഉള്ളവർക്കൊന്നും ഇതൊന്നും ഇഷ്ടപ്പെടില്ല. കാര്യം എന്തോന്നറിയാം, ഇത് യാതൊരു പഴയ പടത്തിൻ്റെ സംഭവങ്ങളൊക്കെ എടുത്ത് വെച്ചിരിക്കുന്നത് വെറും മോശം. ക്ലൈമാക്സ് അതിനെക്കാട്ടി മോശം. ചിമ്പുവിനെ കൊണ്ടുവന്നിട്ടുള്ള നല്ലൊരു BGM പോലും വന്നിട്ടില്ല. വിക്രം സിനിമേനെ പോലെ നല്ല BGMോ നല്ലൊരു പാട്ടോ നല്ലൊരു ഐറ്റം പാട്ട് പോലും ഇല്ലടെ കണ്ടുകൊണ്ടിരിക്കുകയാണ്. ഒരു ഐറ്റം പാട്ടുണ്ടായിരുന്നെങ്കിൽ അതെങ്കിലും കണ്ടുകൊണ്ടിരിക്കുകയാണ്. തൃശ്യ ഉണ്ടായിരുന്നു, തൃശ്യൊക്കെ വെറും ബോറാണ്. വെറും ബോറ്. നമ്മൾ ഉച്ചയ്ക്ക് ചോറ് കഴിക്കുമല്ലേ, നമ്മൾ എമോഷണലായി കഴിഞ്ഞാൽ ചോറ് കഴിക്കാൻ പറ്റുമോ? ഇല്ലല്ലേ. അതുപോലെ തന്നെ ഈ പടവും. മനസ്സിലായില്ലേ? അതോടെ തീരെ ദുഃഖമാണ്. ദുഃഖം ദുൽഖർ കുഴപ്പമില്ലായിരുന്നു. ദുൽഖറിന് അത് കമലഹാസൻ സാറിനോട് അഭിനയിക്കാൻ ഒരു ചാൻസ് കിട്ടുമായിരുന്നു. എന്നാലും തീരെ മോശമായി പോനെ ദുൽഖർ രക്ഷപ്പെട്ടത് ഭാഗ്യം. ഇത്ര ആർട്ടിസ്റ്റ് ഉണ്ടായിട്ട് ആരെ കൊണ്ട് ഒരു ഇമ്പാക്ട് ചെയ്യാൻ പറ്റിയില്ല. അതായത് നമ്മളെ മിക്ക ആർട്ടിസ്റ്റ് ഇതിലുണ്ട്. ആരെ കൊണ്ട് ഒരു ഇമ്പാക്ട്. കമലഹാസൻ സാറിന് ആക്ടിങ് ഒക്കെ കൊള്ളാം, പക്ഷേ പഴയതുപോലത്തുള്ള ആ ഒരു സംഭവമൊന്നും ഇല്ല കേട്ടോ ഇതില്. പടം വേറെ മോശമായി പോയി. അപ്പോൾ ഒറ്റ വാക്കിൽ ചേട്ടൻ എന്ത് പറയാം? ഈ പടം കണ്ടു ഒറ്റ വാക്കിൽ നമ്മൾ പറയുകയാണെങ്കിൽ എന്ത് പറയാം? മുമ്പേ പടം എന്നേ പറയാൻ പറ്റുള്ളൂ. എന്താ പറയാ, ഒരു ലാഗിന്റെ ചെറിയൊരു ലാഗ് ഉണ്ടായാലും പടം കുഴപ്പമില്ലാതെ പോയിട്ടുണ്ട്. നമ്മുടെ എ റഹ്മാന്റെ മ്യൂസിക് ആയാലും കുഴപ്പമില്ലാതെ പോയിട്ടുണ്ട്. എടുത്തവരാണ് STR ആണ്. STRന്റെ അഭിനയമാണ് അടിപൊളി. ഇല്ല, പാൻ ഇന്ത്യ അളവ് പോകുമെന്ന് എനിക്ക് തോന്നുന്നില്ല. കാരണം എന്തായാലും ഒരു കുഴപ്പമില്ലാത്ത രീതിയിൽ പോകും. STR ആണ്. STR മാത്രമേ ഉള്ളൂ. കാരണം STR ആണ് എറിച്ച് നിൽക്കണം. കമലഹാസനെ കാട്ടി STR ആണ്. STR ഫാൻസിന് ഇതൊരു ട്രീറ്റ് ആയിരിക്കും.